തമിഴക്കൊടി പറക്കുത് തലൈവനുകം പുറക്കുത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. അങ്ങനെ ദളപതി വിജയ് അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ടുള്ള തമിഴക വെട്രിക്കഴകത്തിന്റെ പതാക ഔദ്യോഗികമായി അനാവരണം ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു പതാകയെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു പതാകയുടെ അനാവരണ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി അവരുടെ ഔദ്യോഗിക ആന്തം, ആ ഒരു ഗാനം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ഗാനമായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ പറ്റിയിട്ട് ഇത്രമാത്രം സംസാരിക്കാനുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം സൗത്ത് ഇന്ത്യ ഉറ്റുനോക്കുന്നൊരു പാർട്ടിയാണ് തമിഴക വെട്രിക്കഴകം എന്നുള്ളത്. മാത്രമല്ല, ഒരുപാട് വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് ട്രോളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് ചർച്ചകൾ, ഒരുപാട് തെറ്റുകൾ ആൾക്കാർ ഇതിൻ്റെ അകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ആന്തത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പതാകയിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നെറ്റിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു പാർട്ടി, മറ്റൊരു പ്രമുഖമായിട്ടുള്ള ഇന്ത്യയിലെ പാർട്ടി ഇവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പതാകയുടെ പേരിൽ. അതെന്തിനാന്നൊക്കെ സംസാരിക്കണം. മാത്രമല്ല, ഒരു കാര്യം പറഞ്ഞു, പണ്ട് വിജയ് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവാർഡ് ദാന ചടങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലേ. തമിഴ്നാട്ടിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുമുള്ള 10ലും +2ലും നല്ല പ്രകടനം കാഴ്ചവെച്ച സ്റ്റുഡൻസിന് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു 1.5 വർഷം കണ്ട് മുമ്പാണെന്നല്ലേ. അന്ന് തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു രാഷ്ട്രീയ പ്രവേശനത്തിന്റെ സൂചനയാണെന്നും പറഞ്ഞിട്ട് ആ ഒരു അവാർഡ് ദാന ചടങ്ങിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനപ്പുറം കുറച്ചു നാൾക്ക് ശേഷം വിജയ് പാർട്ടി ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. അന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. റെക്കമെൻഡേഷൻ വന്നോളൂ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ലൈക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. എന്തായാലും നമുക്ക് ഇപ്പോൾ തമിഴക വെട്രിക്കഴകത്തിന്റെ ആ ഒരു കൊടിയിലേക്കും ആ ഒരു ഗാനത്തിലേക്കും ഒക്കെ നമുക്ക് വരാം. ആദ്യം നമുക്ക് സംസാരിക്കേണ്ടത് ഈ ഒരു കൊടിയിലും അതുപോലെ തന്നെ ഈ ഒരു ആന്തം ഗാനമുണ്ടല്ലോ, അതിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തികളെ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റുകൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വലിയ സംഭവങ്ങളൊന്നുമല്ല, എന്നാലും ഇത്രയും വലിയൊരു ഗംഭീര പാർട്ടി അവരുടെ ഒരു ഒഫീഷ്യൽ സാധനം പുറത്തിറക്കുമ്പോഴേക്കും അത് കൃത്യമായിട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടും, ഒരു സംശയമില്ല. അങ്ങനെ സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. മാത്രമല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ ഒരു ഫ്ലാഗ് ആണല്ലോ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ആന്തം വീഡിയോ ഗാനമാണ് ഇറക്കിയിട്ടുള്ളത്. ആ വീഡിയോ എന്നുള്ളത് കംപ്ലീറ്റ് ആനിമേഷൻ ആണ്. ആ വീഡിയോയെ പറ്റിയിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ സംസാരിക്കാം. അപ്പോൾ ഞാനിവിടെ പറയാൻ വന്നത്, ഈ ഫ്ലാഗിലുള്ള സിമ്പിൾസ് ഇല്ലേ, കളറുകളുണ്ട്, അതുപോലെ 2 ആനയുടെ സിമ്പിളുകളുണ്ട്, ഒരു ചെറിയ പൂവിന്റെ സിമ്പിളുകളുണ്ട്. ഇതെല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോയിൽ ആനിമേഷൻ ആയിട്ട് ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലും ഉണ്ട്, ഫ്ലാഗിലും ഉണ്ട്, രണ്ടിലുമുള്ള കാര്യങ്ങളാണ് ഇവിടെ ചില തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്തെന്നാൽ, അത് ജസ്റ്റ് ഒരു ട്രോള് അല്ലെങ്കിൽ ഒരു കളിയാക്കൽ, എല്ലാം നമ്മൾ ട്രോളുമല്ലോ, അങ്ങനെ കണ്ടാൽ മാത്രം മതി. അത് വലിയ സംഭവമൊന്നുമായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അതായത് സ്പെയിനിന്റെ പതാകയായിട്ട് സാമ്യമുണ്ട്. മാത്രമല്ല, സ്പെയിനിന്റെ പതാക എടുത്തിട്ട് നമ്മുടെ KSRTC ഇല്ലേ, KSRTCയിൽ 2 ആനകൾ ഇങ്ങനെ ചിഹ്നം വിളിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ലോഗോ ഉണ്ടല്ലോ, കേരള സർക്കാരിന്റെ ലോഗോ ഇത് തന്നെയാണ്. അത് സ്പെയിനിന്റെ പതാകയിൽ നമ്മളുടെ ഈ സിമ്പൽ കൊണ്ട വച്ചു എന്നും പറഞ്ഞിട്ടാണ് ട്രോളുകൾ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പതാക നമ്മളുടെ കർണാടക സർക്കാർ ഇടയ്ക്ക് ഒരു പതാക ഇറക്കിയിട്ടുണ്ടായിരുന്നു, അവരുടെ പതാകയ്ക്ക് സാമ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പതാക കോപ്പി അടിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഒരു പതാക ഇറക്കുമ്പോഴേക്കും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അംബാനെ എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങളൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മളെ ഇന്ത്യയുടെ ഫ്ലാഗ് എടുക്കുവാണെങ്കിൽ തന്നെ അതുമായിട്ട് സാമ്യമുള്ള എത്ര രാജ്യങ്ങളുണ്ടോ, തജിക്കിസ്ഥാൻ, ഹംഗറി, ഐവറി കോസ്റ്റ്, അയർലാൻഡ്, ഇന്ത്യ. ഇത് ഓൾമോസ്റ്റ് സെയിം കളറ് പല രീതികളിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ അശോക ചക്രവും ബാക്കി കാര്യങ്ങളൊക്കെ ഒരു വ്യത്യാസപ്പെടുന്നേ ഉള്ളൂ അവിടെ. അപ്പോൾ ഈ ഫ്ലാഗിന്റെ കളറുകളിലോ വലിയ സംഭവങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ ജസ്റ്റ് ഒരു ട്രോൾ, ഓക്കെ, ട്രോളാണെങ്കിൽ ഓക്കെ, പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ചിലവർ പറയുന്നുണ്ട് ഫെവിക്കോളിന്റെ, ഈ ആനയുടെ KSRTC ഉണ്ട്, കേരള സർക്കാരും ഉണ്ട്, അതുപോലെ തന്നെ ഫെവിക്കോളിലും 2 ആനകളുണ്ട്. ഫെവിക്കോളിന്റെ ലോഗോ ആണോ വെച്ചെന്നൊക്കെ വരെയുള്ള ചോദ്യങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം, അത് ന്യായമായിട്ടുള്ള ചോദ്യമാണ്. അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന ആനകൾ ഏതാണ്? ഏഷ്യൻ ആനകളാണ്. ഇനി മറ്റൊരു വിഭാഗം ആനകളാണ് ആഫ്രിക്കൻ ആനകൾ, അല്ലേ. ഇത് രണ്ടുമായിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ആഫ്രിക്കൻ ആനകളുടെ ചെവി വലുതാണ്, അതുപോലെ തന്നെ ഉയരം കൂടുതലായിട്ടുള്ള പോലെ തോന്നാറുണ്ട്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഒരു കൊച്ചു കുഞ്ഞിനടക്കം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ആഫ്രിക്കൻ ആനകളും ഏഷ്യൻ ആനകളും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഈ തമിഴ് ചരിത്രത്തിന്റെ ഭാഗമാണ് ആനകൾ. കാരണം ചോഴ ചേര പാണ്ഡ്യന്മാരൊക്കെ യുദ്ധത്തിന് വേണ്ടി വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ജീവിയാണ് ആനകൾ. അവർ ആനകളെ അത്രത്തോളം ബഹുമാനിച്ചിരുന്നു, ആരാധിച്ചിരുന്നു. സഞ്ചരിക്കാനായിട്ട് രാജാവിന് മുകളിൽ സാധനമൊക്കെ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും രാജാവിന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തമിഴ് മണ്ണിൽ പിറന്ന തമിഴക വെട്രിക്കഴകത്തിന്റെ കൊടിയിൽ ആനകൾ ഉപയോഗിക്കുമ്പോൾ അത് ഏത് ആനകളാണ് ഉപയോഗിക്കേണ്ടത്? നമ്മളുടെ തമിഴ് ജനത ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട, നമ്മളുടെ മണ്ണുമായി ബന്ധപ്പെട്ട ഏഷ്യൻ ആനകളുടെ പടമല്ലേ. അതിന് പകരം നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും വേണ്ടില്ല, പക്ഷേ ആഫ്രിക്കൻ ആനകളുടെ ചിത്രമാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? അത് നമ്മളെ അപമാനിക്കുന്നതിന് തുല്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്.
അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ വരുമായിരിക്കാം. ഇനി പർപ്പസ്ഫുള്ളി അങ്ങനെ യൂസ് ചെയ്തതാണോ ഇത് നമുക്കറിയില്ല. ഇതൊക്കെ നെറ്റിൽ നടക്കുന്ന ചർച്ചകൾ മാത്രമാണ് കേട്ടോ ഇതൊക്കെ. 3, ഇതേ ആനയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വലിയ പ്രശ്നം വന്നിട്ടുണ്ട്. അത് കേസിലേക്കൊക്കെ പോകുമെന്നാണ് ചില ടീം പറയുന്നത്. മറ്റാരുമല്ല, BSP എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്, ബഹുജൻ സമാജ് പാർട്ടി. നമ്മുടെ മായാവതി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. മായാവതിയുടെ ഒക്കെ പാർട്ടിയാണ് ബഹുജൻ സമാജ് പാർട്ടി. അങ്ങ് നോർത്തിലൊക്കെ ശക്തമായിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ്. ഇവിടെയും ചെറിയ ഘടകങ്ങളുണ്ട്, എല്ലാ സംസ്ഥാനത്ത് ഘടകങ്ങളുണ്ട്. അപ്പോൾ BSP പാർട്ടി ഇപ്പോൾ പറയുന്നത് ഈ ആന എന്നുള്ളത് ഞങ്ങളുടെ സിമ്പലാണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇത് ഞങ്ങൾക്കൊരു ആനയുണ്ട്, അതായത് നീല ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വെള്ള ആനയാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ ഒരു ആനയെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ഇത് ഇലക്ഷൻ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്, അഥവാ നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ആനയുടെ സിമ്പൽ പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ BSP തമിഴ്നാട് ഘടകം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു കൊടി കഷ്ടപ്പെട്ട് അനാവരണം ചെയ്തപ്പോഴേക്കും ആനയുടെ സിമ്പൽ ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ പിൻവലിച്ചോ മക്കളെ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ കേസ് കൊടുക്കും, ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുമെന്നാണ് BSP തമിഴ്നാട് ഘടകം പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ തമിഴക വെട്ടിക്കഴകത്തിന്റെ ഭാഗത്തു നിന്നും ഒരുതരം എക്സ്പ്ലനേഷനും ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ വരാൻ സാധ്യതയുണ്ട്. 4, ഈ കൊടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുക്കൊരു പൂ കാണാം അല്ലേ. ഈ പൂവിനാണ് മറ്റൊരു പ്രശ്നം വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്ലാഗിലുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പൂവ് ഇതാണ്. ഇതെന്ന് പറയുന്നത് ശരിക്കും എന്ത് പൂവാണെന്നറിയാവോ? അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ തമിഴ്നാട് സംസ്കാരത്തിന്റെ വലിയ ഭാഗമാണ്, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ വലിയ ഭാഗമാണ് വാഗപ്പൂ എന്നുള്ളത്. അതായത് ഈ ചോഴ ചേര പാണ്ഡ്യന്മാരുടെ ഒക്കെ കാലത്ത് അവർ യുദ്ധം ജയിച്ചൊക്കെ വരുമ്പോഴേക്കും ഈ വാഗപ്പൂ കൊണ്ടുള്ള മാലയുണ്ടല്ലോ അതിങ്ങനെ ധരിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരു ചൊല്ല് തന്നെയുണ്ട് അവർക്ക്, വാഗൈ സൂടവ, അതായത് യുദ്ധത്തിന് ജയിച്ചു വാ എന്ന് പകരമായിട്ട് വാഗപ്പൂ ചൂടാൻ വാ എന്ന് പറയുന്ന ഒരു സംഭവം വരെ അവിടെ ഉണ്ടായിരുന്നു. ഫ്ലാഗിൽ ഇതെങ്ങനെയാ പ്രശ്നമായി മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചത് വാഗപ്പൂ ആണെങ്കിൽ മാത്രമാണ്, വാഗപ്പൂവാണ് ഉദ്ദേശിച്ചതെന്നാണ് പറയുന്നത്. ഇനി പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഗപ്പൂ പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു പൂവുണ്ട്. അത് എന്തെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴമരം എന്ന് പറയും, മങ്കി പോട്രി എന്നാണ് പേര്. നമ്മളുടെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കുട പോലെ നിൽക്കുന്ന ഒരു മരം ഇല്ലേ, ചില സമയത്ത് അതിങ്ങനെ പൂത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലോ. നല്ല പിങ്ക് കളറിലുള്ള പൂവാണ് അതിനുള്ളത്. ആ ഒരു ഫ്ലവർ ആണ് ഈ ഒരു ഫ്ലാഗിൽ കാണുന്നത്. അപ്പോൾ മഴമരം, ഉറക്കം തൂങ്ങി മരം എന്നൊക്കെ ഒരു പേരുണ്ട്. ഇനി ഇതും വാഗപ്പൂവായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് വാഗപ്പൂ ഒരു വൈറ്റ് കളറാണ്, ഇതൊരു പിങ്ക് കളറാണ്. അതായത് വാഗപ്പൂവിന്റെ ഒരു പിങ്ക് വെർഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ പൂക്കൾ ഉപയോഗിച്ചപ്പോൾ മാറിപ്പോയി എന്ന് പലരും പറയുന്നുണ്ട്. അതായത് ഈ മഴമരം അല്ലെങ്കിൽ ഉറക്കം തൂങ്ങി മരം, പിന്നെ തമിഴിൽ എന്തായിരുന്നു പേര്, ഇങ്ങനെ തൂങ്ങുമൂഞ്ചി മരം, അത് തന്നെ ഉറക്കം തൂങ്ങി മരം എന്ന് തന്നെയാണ് വരുന്നത് അല്ലേ. മൂഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേറെ അർത്ഥമാണ്, അത് പോട്ടെ. അപ്പോൾ നിങ്ങൾ എന്ത് കാണിച്ചിരിക്കുന്നു? ഒരു വാഗപ്പൂ എടുക്കേണ്ട കറക്റ്റായിട്ട് പോലും നിങ്ങൾക്ക് വയ്ക്കാൻ അറിയില്ലേ, നിങ്ങൾ മറ്റേ തൂങ്ങുമൂഞ്ചി മരത്തിന്റെ പൂവാണ് അവിടെ എടുത്ത് വച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് മറ്റൊരു വിവാദമായിട്ടുണ്ട്. 5, ഈ വീഡിയോയിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തമിഴ് കറക്റ്റ് വാക്ക് നോക്കി മനസ്സിലാക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കാം. തമിഴ് വായിക്കാൻ അറിയാവുന്നവർക്ക് സുഖമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി 6ാമത്തെ കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, അതൊരു കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു പാർട്ടിയുടെ ആന്തം ഇറക്കുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ഒരു ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അല്ലേ, അത് മറ്റൊരു ഗാനമായിട്ട് ഒരു സാമ്യവും തോന്നാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്കത് കേൾക്കുമ്പോൾ മറ്റൊരു ഗാനം ഓർമ്മ വരാൻ പാടില്ല എന്നൊക്കെയുണ്ട്. പക്ഷെ ഈ ഒരു ഗാനം കേൾക്കുമ്പോൾ ആ ഒരു ടൂണൊക്കെ മറ്റേ വേലായുധത്തിലെ ചില്ലാക്സ് ആ ഒരു സാധനം ഇല്ലേ, അതിന്റെ ഒരു ട്യൂണുമായിട്ട് സാമ്യം ഉണ്ട് എന്നൊക്കെ പറയുന്നു. അതുപോലെ ഇതിന്റെ വീഡിയോ കളർ ഗ്രേഡിംഗ് ഉണ്ടല്ലോ, ആ ഒരു കളർ തീം ഉണ്ടല്ലോ, അത് മറ്റേ മെർസലിലെ ആളപ്പോറെ തമിഴൻ എന്നൊക്കെയുള്ള ആ ഒരു പാട്ടിന്റെ ഫുള്ള് ഒരു റെഡിഷ്, ഒരു യെല്ലോയിഷ് സൈഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഫ്ലാഗുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. പക്ഷെ ആ ഒരു ഗാനത്തിലും അങ്ങനെ ഭയങ്കര റെഡൊക്കെ ഇങ്ങനെ ചുമല വാരി വിതർന്നായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ 2 ഗാനങ്ങൾ പല രീതികളിലൂടെ ഇവർക്ക് ഓർമ്മ വരുന്നുണ്ടെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ തന്നെ ഈ ഒരു ഫ്ലാഗിലും ഈ ഒരു ആന്തത്തിലും ഉള്ള പ്രശ്നങ്ങളായിട്ട് ആൾക്കാർ ചൂണ്ടിക്കാണിച്ച് ചർച്ച ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ആന്തത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ വിജയ് എന്താണ്, ആ ഒരു പാർട്ടി എന്ത് ലക്ഷ്യമാണ് മുമ്പോട്ട് വെക്കുന്നത്, എന്ത് ആശയമാണ് മുമ്പോട്ട് വെക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ആ ഒരു അനലൈസ് ചെയ്ത് നോക്കാം ആ ഒരു വീഡിയോ അല്ലേ. ഒന്നാമത്തെ കാര്യം, ആ ഒരു വീഡിയോ ആനിമേഷൻ വീഡിയോ ആരംഭിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഗാനവും ഉണ്ട്, അതിനോടൊപ്പം ആനിമേഷൻ വീഡിയോ ഉണ്ട്, വീഡിയോ ഗാനമായിട്ടാണ് അത് ആരംഭിക്കുന്നത്. 2 കറുത്ത കൊമ്പനാനകൾ ജനങ്ങളെ ആക്രമിക്കുകയാണ്, ഓടി വന്ന് അവിടെയുള്ള ജനങ്ങളെല്ലാം ആക്രമിക്കുകയാണ്. ആ ജനങ്ങള് രക്ഷ തേടാൻ മാറുകയാണ് ഈ ഒരു അക്രമകാരികളായിട്ടുള്ള 2 കൊമ്പന്മാരിൽ നിന്നല്ലേ. ഈ 2 കൊമ്പന്മാർ ആരെയായിരിക്കും സൂചിപ്പിക്കുന്നത്? പല അഭിപ്രായങ്ങളും വരുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ 2 കൊമ്പന്മാരെ തന്നെയാണെന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, DMKയും AIADMKയും, അതായത് ദ്രാവിഡ മുന്നേറ്റ കഴകവും ഓൾ ഇന്ത്യ അന്നദ്രാവിഡ മുന്നേറ്റ കഴകവും അല്ലെ. തമിഴ്നാട്ടിലെ പ്രബലമായിട്ടുള്ള 2 പാർട്ടികളാണ്, തമിഴ്നാട്ടിലെ 2 രാഷ്ട്രീയ കൊമ്പന്മാരാണ്. ഈ 2 കൊമ്പന്മാരുടെ അടുക്കൽ നിന്ന് ജനങ്ങള് പല ബുദ്ധിമുട്ടുകൾ കാരണം ഓടി ഒളിക്കാനും അവരെ
മാറ്റാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി കുതിരപ്പുറത്ത് വരികയാണ്, വെള്ള ഷർട്ട് ധരിച്ച ഒരു വ്യക്തി കുതിരപ്പുറത്ത് വരികയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കൊടിയിരിപ്പുണ്ട്. അതോടൊപ്പം 2 വെള്ള കൊമ്പനാനകളും കൂടെ അങ്ങോട്ട് വരികയാണ്. ഈ 2 കറുത്ത കൊമ്പനാനകളെ ഈ വെള്ള കൊമ്പനാനകൾ ഇടിച്ച് നിലം പരിശാക്കിയാണ്. അപ്പോൾ ജനങ്ങളൊക്കെ സൈലന്റ് ആവുകയാണ്, ശാന്തിയാവുകയാണ്, അവർക്ക് ആശ്വാസം കിട്ടുന്നതായിട്ട് തോന്നുകയാണ്. ഉടൻ തന്നെ ഈ കുതിരപ്പുറത്ത് വന്ന വെള്ള ഷർട്ട് ധരിച്ച വ്യക്തി, അത് വിജയാണ് കേട്ടോ കാണിക്കുന്നത്, വിജയ് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അദ്ദേഹം ആ ഒരു പതാക ഉയർത്തുകയാണ്. അപ്പൊ നമുക്ക് പതാക കാണാൻ സാധിക്കും. പതാകയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ 2 വെള്ളാനകൾ ഇങ്ങനെ ഉയർന്നു പൊങ്ങി ചിഹ്നം വിളിക്കുന്ന ഒരു സിമ്പിൾ അത് ഫ്ലാഗിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പൂ കാണിക്കുന്നുണ്ട്. വാഗപ്പൂവായിരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, പക്ഷെ കാണിക്കുന്നത് ഈ ഒരു മഴമരത്തിന്റെ പൂവാണ്, മങ്കി പോട്രിയുടെ അല്ലേ. അപ്പോൾ അത് ഫ്ലാഗിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് തീമുകളാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സംഭവം നമുക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അതായത് വിജയെ പോലുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഉത്ഭവിക്കുന്ന ഇപ്പോഴുള്ള ഏതൊരു രാഷ്ട്രീയ കക്ഷിയും തമിഴ് മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഏതൊരു രാഷ്ട്രീയ കക്ഷിയും അടിസ്ഥാനമാക്കുന്നത് മിക്കപ്പോഴും ഈ ഒരു ദ്രാവിഡിയൻ രാഷ്ട്രീയമാണല്ലേ. ആ ഒരു ദ്രാവിഡ കൾച്ചർ, സംസ്കാരവും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഫ്ലാഗിൽ പോലും ദ്രാവിഡിയൻ കളർ എന്താണ്, കറുപ്പായിട്ടാണ് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നതല്ലേ. ഈ ഒരു ഫ്ലാഗിൽ ഒരിടത്തും കറുപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഇനി വീഡിയോയിലേക്ക് വരുവാണെങ്കിലും അവിടെ ഒരിടത്തും തന്നെ ഈ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ വിജയ് ലക്ഷ്യം വയ്ക്കുന്നത് ഇത്രയും നാൾ ഉണ്ടായിരുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മാറിക്കൊണ്ട് ഒരു ക്ലീഷേ സംഭവം പിടിക്കാതെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ച് ആണോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം. എന്തായാലും ഈ കൊടിയിൽ ഈ ആനയ്ക്കും പൂവിനും ചുറ്റുമായിട്ട് 28 നക്ഷത്രങ്ങൾ കാണാൻ സാധിക്കും. അത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളെയാണ്. അതിൻ്റെ ഏറ്റവും അടിയിൽ 5 നക്ഷത്രങ്ങൾ നീല കളർ നൽകിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുമല്ലോ. അതായത് സൗത്ത് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളാണ്. അതായത് സൗത്ത് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾക്കായിരിക്കും ഞങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ആ ഒരു നീല കളറിലൂടെ. ഈ വീഡിയോ കാണത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടാണ്, വീഡിയോയിൽ 3 പ്രതിമകൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഗാനമായിട്ട് വരുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ 3 അക്ഷര മന്ത്രം, അതിനുള്ള കാലം വീണ്ടും ആയിരിക്കുകയാണ്, ആ ഒരു സമയം വീണ്ടും ആഗതമായിരിക്കുകയാണെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ആ ഒരു 3 അക്ഷര മന്ത്രം ചെല്ലാനുള്ളത്. എന്നിട്ട് 3 പേരുടെ ഒരു സ്റ്റാച്യു കാണിക്കുന്നുണ്ട്. നടുക്ക് വിജയണ്ണം തന്നെയാണ്. 2 വശങ്ങളിലായിട്ട് കാണുന്ന ആരാന്ന് നോക്കുവാണെങ്കിൽ, ഒന്ന് MGRന്റെ ആണ്, MG രാമചന്ദ്രൻ. അദ്ദേഹം ഒരു ആക്ടർ ടേൺഡ് ഇൻറ്റു പൊളിറ്റീഷ്യൻ ആണല്ലേ. വലിയൊരു സിനിമാ നടനായിരുന്നു. പിന്നീട് തമിഴ് രാഷ്ട്രീയത്തിലെ കരുത്തനായിട്ടുള്ള രാഷ്ട്രീയക്കാരനായി മാറി. മറ്റാരുമല്ല, അണ്ണാദുരൈയാണ്. അണ്ണ എന്ന് വിളിക്കും അല്ലെ. DMKയുടെ സ്ഥാപകൻ, ദ്രാവിഡ മുന്നേറ്റ കഴകമായിരുന്നു. അതായത് നമ്മൾ നിലവിൽ കാണുന്ന തമിഴ്നാട് രാഷ്ട്രീയമുണ്ടല്ലോ, അതിന് അടിത്തറയിട്ട വ്യക്തിയാണ് CN അണ്ണാദുരൈ എന്നുള്ളത്. അണ്ണ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു വി ഷേപ്പിൽ നിൽക്കുന്നത് MGRും, ഇങ്ങനെ നിൽക്കുന്നത് അണ്ണാദുരൈയുമാണ്. നടുക്ക് വിജയണ്ണനുമുണ്ട്. ഇതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഇവരുടെ രാഷ്ട്രീയം, ഇവര് മുമ്പോട്ട് വെച്ച ആശയങ്ങൾ താനും ചേർത്ത് പിടിക്കുന്നുണ്ടെന്നാണോ, അവർ മുമ്പോട്ട് വെച്ച മൂല്യങ്ങൾ ഞാനും ഉയർത്തി കാണിക്കുമെന്നാണോ? അങ്ങനെയാണെങ്കിൽ അവരുടെ ആശയങ്ങളിൽ നിന്ന് അവരുടെ കൂടെ പോകാനാണെങ്കിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ടെന്നും പറയാൻ പറ്റും, ഇല്ലെന്നും പറയാൻ പറ്റും. നമ്മളിതെല്ലാം സ്പെക്കുലേഷൻ ആണ്. ഇനി മറ്റൊരു പോയിന്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞ പോയിന്റ് പിടികിട്ടിയോ, ഇവരുടെ ആശയങ്ങൾ തന്നെ ഉയർത്തി പിടിക്കുവാണെങ്കിൽ പിന്നെന്തിനാ അപ്പൊ നാട്ടുകാർ ചോദിക്കുക, എന്നാ പിന്നെ അവരുടെ തന്നെ പാർട്ടികൾ പോരെ, നിങ്ങൾ എന്തിനാ പുതിയതായിട്ട് വന്നത്, ഇവരുടെ ആശയം തന്നെയാണ് നിങ്ങൾ പിൻപറ്റുന്നതെങ്കിൽ. അപ്പോൾ മറ്റൊരു സംഭവമായിരിക്കും അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഒന്ന് വിജയെ പോലുള്ള ഒരു ആക്ടർ ടേൺഡ് ഇൻറ്റു പൊളിറ്റീഷ്യൻ അല്ലേ. വിജയും നടനായിട്ട് വന്നിട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. MGRും അങ്ങനെ തന്നെയായിരുന്നു. ഇനി മറുവശത്ത് CN അണ്ണാദുരൈയുടെ കാര്യം നോക്കുവാണെങ്കിൽ, തമിഴ് ദ്രാവിഡ രാഷ്ട്രീയത്തിന് കരുത്ത് പകർന്ന, അല്ലെങ്കിൽ അതിനൊരു അടിത്തറ ഇട്ട് കൊടുത്ത വ്യക്തിയാണ് അണ്ണാദുരൈ എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അണ്ണാദുരൈയെ പോലെ ഞാനും പുതിയൊരു രാഷ്ട്രീയ അടിത്തറ തമിഴ്നാട്ടിൽ പണിയും. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് പുതിയൊരു സംഭവത്തിന് അടിത്തറയായിരിക്കാം ഞാൻ പണിയുന്നത് എന്നായിരിക്കുമോ വിജയ് ഉദ്ദേശിച്ചിട്ടുള്ളത്? അത് വലിയൊരു ചോദ്യമാണിത്. ഒരു കാര്യം ഇവിടെ ക്ലിയർ ആണ്, വിജയ് ഉദ്ദേശിക്കുന്നത് ഇത്രയും കാലം തമിഴ്നാട്ടിൽ നിലനിന്ന ഒരു രാഷ്ട്രീയമായിരിക്കില്ല. അതിൽ നിന്നൊക്കെ എൻറ്റയർലി വ്യത്യാസപ്പെട്ടുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയ അടിത്തറയാണ് വിജയ് കെട്ടിപ്പടുക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി ഇതിൽ നിന്നും തോന്നുന്നത്. ഇനി എന്തായാലും അതിൻ്റെ അകത്ത് ചില വരികളൊക്കെ ഉണ്ട്. കറയില്ലാത്ത കൈ, അതായത് എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് വിജയ് പറയുന്നുണ്ടല്ലേ. തീർച്ചയായിട്ടും വിജയ് എന്ന് പറയുന്നത് ഇന്നേ വരെ ഒരു രക്തക്കറയോ അല്ലെങ്കിൽ ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട അഴിമതി അല്ലെങ്കിൽ ആൾക്കാരോട് മോശമായി പെരുമാറിയത് ഒന്നുമില്ല. അദ്ദേഹം വരുന്ന ഫാൻസിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും മനുഷ്യത്വപരമായിട്ട് പെരുമാറാൻ അറിയുന്ന, മനുഷ്യന്റെ മനസ്സറിയുന്ന, അത്രത്തോളം മനുഷ്യനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ സ്പീച്ചൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലാകും. അതുപോലെ തന്നെ താരജാട ഒട്ടുമില്ലാത്ത, അതായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിലൊന്നാണ് വിജയ് എന്നുള്ളത് അല്ലേ. പക്ഷെ താരജാടകൾ ലെവലേശമില്ലാത്ത, സാധാരണക്കാരൻ്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മനുഷ്യൻ,
ശരിയാണ്, കറയില്ലാത്ത കൈ തന്നെയാണ് വിജയുടെ, ഒരു സംശയവും ഇല്ല. അതുപോലെ മറ്റൊരു വരിയാണ്, സിഗരം കിടത്ത പിന്നും കീഴെ വന്ന് നன்றി കാട്ടും നേരം. അതായത് ശിഖരം, അതായത് ഞാൻ ഉയരത്തിലാണ് ഉണ്ടായിരുന്നത്, നിങ്ങൾ ആക്ടറാക്കി നിങ്ങൾ എന്നെ വളർത്തി, ഞാൻ ഉയരത്തിലുണ്ടായിരുന്നു, ആ ഒരു നിങ്ങൾ വളർത്തി ഞാൻ അവിടെ താഴെ വന്ന് നിങ്ങളോട് തിരിച്ച് നന്ദി കാട്ടുന്ന നേരമാണിത്, ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ ഇറങ്ങുകയാണ്. ഇങ്ങനത്തെ ഒരുപാട് വരികൾ ഈ ഒരു ആന്തത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജല്ലിക്കെട്ട് കാണിക്കുന്നുണ്ട്. ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, തമിഴന്മാർക്ക് അത്രയും വികാരമുള്ളതാണ്, അവരുടെ അത്രയും വലിയ സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗമാണല്ലേ. ഇപ്പോൾ ജല്ലിക്കെട്ട് കാളെ കാണിക്കുന്നുണ്ട്, കാളയുടെ കൊമ്പ് ഈ ഒരു ഫ്ലാഗിന്റെ നിറമായിട്ട് വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിമും കൂടെ ചേർന്ന് ഈ ഒരു കൊടി പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് മതസൗഹാർദ്ദം, സെക്യുലാരിസം അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് മുമ്പോട്ട് വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയായാലും ഈ പാർട്ടി തമിഴ്നാട്ടിൽ വലിയ മാറ്റമായിരിക്കും കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനു മുമ്പ് പല സെലിബ്രിറ്റീസും പാർട്ടികൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കമൽഹാസൻ പാർട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് രജനീകാന്ത് രാഷ്ട്രീയ പ്രവേശനം നടത്താൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി പഴയ കാലത്ത് ജയലളിത, MGR, അങ്ങനെ ഒരുപാട് പേരല്ലേ ആക്ടർ ടേൺഡ് ഇൻടു പൊളിറ്റീഷ്യൻ ഉണ്ട്. അതായത് അഭിനേതാക്കളായി വന്ന് രാഷ്ട്രീയക്കാരായി മാറിയ ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷേ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവരൊക്കെ മുമ്പോട്ട് വെച്ച ആശയങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരു പുതിയ രാഷ്ട്രീയത്തിന്റെ സൂര്യപ്രഭ ചൊരിയാനാണ് വിജയ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് കാര്യങ്ങൾ. ഇപ്പോൾ എന്തെങ്കിലും നമ്മളൊരു പാർട്ടിയെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്, അവർ എന്തെങ്കിലും കാര്യങ്ങൾ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് അല്ലേ. പക്ഷേ ഈ പാർട്ടി കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ, അതിനൊന്നും സമയമായിട്ടൊന്നുമില്ല. അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2026 തമിഴ്നാട് അസംബ്ലി ഇലക്ഷനാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്ന്. ഇപ്പോൾ 2 വർഷം കൂടെ കഴിഞ്ഞിട്ടുള്ള തമിഴ്നാട് ഇലക്ഷൻ ഇവർ മത്സരിക്കും. വലിയൊരു ശക്തമായിട്ടുള്ള എതിരാളി തന്നെയായിരിക്കും തമിഴക വെട്ടിക്കഴകം എന്നുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ഞാൻ ഈ വീഡിയോയുടെ അടിയിലെ കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാം, ഒരുപാട് പേര്, ഒരുപാട് തമിഴന്മാർ ഈ ഒരു പാർട്ടിക്ക് സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോഴും നിലനിൽക്കുന്ന ഈ പല മാറി വരുന്ന പൊളിറ്റിക്സിലൊന്നും അവർക്ക് താല്പര്യമില്ല, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പഴയ പോലെ തന്നെയാണ്, ഒരു മാറ്റവും പ്രത്യേകിച്ച് സംഭവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അവർക്കും പുതിയൊരു കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്, പുതിയൊരു രാഷ്ട്രീയ തലൈവനെ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മൾ ഈ മാറി 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 ഇങ്ങനെ 2 കക്ഷികളെ വിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ പ്രശ്നമാണ്. കാരണം അവർക്ക് 5 വർഷത്തേക്ക് നോക്കിയാൽ മതി. 5 വർഷം മുടിപ്പിച്ചിട്ട് അടുത്തവന്റെ കൈ കൊടുക്കുമ്പോഴേക്കും ആ ഒരു ഭാരം ആ ഒരു ടീമാണ് വഹിക്കേണ്ടത്, ആ ഒരു കക്ഷിയാണ് വഹിക്കേണ്ടത് അല്ലേ. അപ്പോൾ അവരെ പുറത്തിരുന്ന് കുറ്റം പറയാം. അതായത് കോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തിരുന്ന് കളിക്കുന്നവനെ കുറ്റം പറയുന്ന രീതിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാറി ചിന്തിക്കണം. നമ്മൾ ജനങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നവരാരാണ്, ഇവിടെ കൃത്യമായിട്ട് ഭരണനിർവഹണം നടത്തുന്നവരാരാണ്, കൃത്യമായിട്ട് പോലീസിനെ നിലക്ക് നിർത്തുന്നവരാരാണ്, കൃത്യമായിട്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുക, പെൻഷൻ കൊടുക്കുന്നവർ, റോഡ്, അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വീട്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നവരെ മാത്രം നമ്മൾ ജയിപ്പിക്കുക. അല്ലെങ്കിൽ അതിനൊരു മൂന്നാമതൊരു പാർട്ടി ഉണ്ടാകണമെങ്കിൽ, പുതിയൊരു യുവാക്കൾ ചേർന്നൊരു പാർട്ടി ഉണ്ടാകണമെങ്കിൽ അതിനെ ജയിപ്പിക്കുക. നമ്മൾക്കൊക്കെ രാഷ്ട്രീയം കാണുമെന്നും പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇവരെയൊക്കെ ജയിപ്പിച്ച് വിട്ട് നമ്മളെ തന്നെ കുട്ടിച്ചോറാക്കി കേരളം അത്രത്തോളം സാമ്പത്തിക കടബാധ്യതയിലേക്ക് പോയി സുപ്രീം കോടതി വരെ നമ്മളെ വിമർശിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ചിന്തിച്ച് വേണം നമ്മൾ വോട്ട് ചെയ്യാനായിട്ട്. വോട്ട് വലിയൊരു പവർ തന്നെയാണ്. നമുക്ക് അവിടെ അധികാരത്തിലിരിക്കുന്നവരെ താഴെ ഇറക്കാനും നമ്മൾക്ക് ഇഷ്ടമുള്ളവരെ അധികാരത്തിലേക്ക് കയറ്റാനും ഒക്കെ കഴിയുന്ന ഒന്നാണ് വോട്ട്. അപ്പോൾ വരുന്ന വോട്ടുകളെല്ലാം കൃത്യമായിട്ട് വിനിയോഗിക്കുക. നമ്മളുടെ പവർ അവിടെ നമ്മൾ കാണിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും ഈ ഒരു തമിഴക വെട്ടിക്കഴകം തമിഴ്നാട്ടിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ മാത്രമേ അവിടെ ഒരു ചർച്ച രൂപപ്പെടുകയുള്ളൂ. രസകരമാണ് നമ്മുടെ കമൻറ്റ് ബോക്സ് എന്നുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻസ്പിറേഷൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.